ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വെറും 10 മിനിറ്റ് കൊണ്ട് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയൊരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുൾ കണ്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമുക്ക് റെഡിയാക്കി തുടങ്ങിയാലോ. ആദ്യം തന്നെ ഞാനൊരു 3 മുട്ട എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതൊരു ബൗളിലേക്ക് പൊട്ടിച്ചൊഴിക്കണം. ഇതിലേക്ക് കുറച്ച് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്, ഇത് ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ കുറച്ച് സവാള, ഒരു പകുതി സവാള ഉള്ളൂ, ചെറുതാണെങ്കിൽ ഒന്നെടുക്കട്ടെ. പിന്നെ ഇതിന് അങ്ങനെ കറക്റ്റ് അളവൊന്നുമില്ല, ഓരോരുത്തരുടെ ഇഷ്ടത്തിന് ചേർത്ത് കൊടുക്കുക. പിന്നെ കുറച്ച് കാബേജ് എടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് മല്ലിയില, പിന്നെ ഞാൻ കുറച്ച് സോസേജ് റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്, വെറുതെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തതാണ്. ഇത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. പിന്നെ അതിൽ ഒരു 1/4 കപ്പ് പാൽ ഒഴിച്ച് കൊടുക്കണം. പിന്നെ പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക. കുറച്ച് കുരുമുളകും കൂടെ ചേർത്ത് കൊടുത്ത് ഇതെല്ലാം കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നന്നായി മിക്സ് ചെയ്യണം. പിന്നെ വെജിറ്റബിൾസ് എന്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ. ക്യാരറ്റ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്, പിന്നെ തക്കാളി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കുക. ഇതെല്ലാം കൂടെ ചേർത്ത് ഒക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്, ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കുക, ഉപ്പൊക്കെ പാകത്തിനാക്കിയിട്ട്. അപ്പോൾ ഞാനിത് നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 6 ബ്രെഡ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ കട്ട് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ കട്ട് ചെയ്ത് വെക്കണം. ഇനി ഞാൻ ഈ ഫ്രൈ പാന് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ബട്ടർ ചേർത്ത് കൊടുക്കുക. ബട്ടർ അല്ലെങ്കിൽ നെയ്യ് ചേർത്ത് കൊടുത്താലും മതി. ഇതിൽ ഈ ബ്രെഡ് ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുക്കുക. 2 എണ്ണം വെക്കാൻ പറ്റും. നന്നായി ഇങ്ങനെ വെച്ച് കൊടുക്കുക. നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഈ മുട്ടയുടെ മിക്സ് കുറേശ്ശെ അതിൽ ഒഴിച്ച് കൊടുക്കുക. ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുക്കുക. ഇതുപോലെ രണ്ടിലും ചെയ്യുക. ഇത് രാവിലെ ഓഫീസിലൊക്കെ പോകുന്ന ആൾക്കാർക്കൊക്കെ എളുപ്പത്തിൽ റെഡിയാക്കാൻ പറ്റിയ ഐറ്റമാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. പിന്നെ ഞാൻ ചീസാണ് വെച്ച് കൊടുക്കുന്നത്. ഇതിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുക. അപ്പോൾ ഈ ചീസ് ഇല്ലെങ്കിൽ മൊസറല്ല ചീസ് ചേർത്ത് കൊടുത്താലും മതി, വെച്ച് കൊടുത്താലും മതി. അങ്ങനെ ഇതുപോലെ രണ്ടിലും വെച്ച് കൊടുക്കുക. ശേഷം നമ്മൾ ഇതിൻ്റെ കട്ട് ചെയ്ത ബാക്കി ഭാഗമില്ലേ, അത് ഇതിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ നമ്മൾ ഓരോന്നും ചെയ്തെടുക്കുക. ഇത് വെച്ചിങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതിൻ്റെ ഒരു സൈഡ് ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കുക. പിന്നെ തീ നന്നായി കുറച്ചിട്ടിട്ട് വേണം ചെയ്യാൻ, അല്ലെങ്കിൽ അടിയിൽ കട്ട പിടിച്ച് പോവുക. പിന്നെ അത് ഉള്ളിൽ വേവണമെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ ഒന്ന് മൂടി വെക്കുക. ഞാനിപ്പോൾ മൂടി വെച്ചിട്ടൊന്നുമില്ല. ഒരു 2 മിനിറ്റും കൂടെ ഒന്ന് ഇതുപോലെ കളർ വന്നാൽ നമുക്ക് ഇത് മാറ്റാം. അപ്പോൾ ഇതിൻ്റെ 2 സൈഡും ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിത് എടുത്ത് മാറ്റി വേണേ. ഇതുപോലെ നമുക്ക് ഫുള്ളും ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളെ ബ്രെഡും മുട്ടയും വെച്ചിട്ടുള്ള കിടിലൻ ഐറ്റം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം. നല്ല ടേസ്റ്റാണ്, കുട്ടികൾക്കൊക്കെ നന്നായി ഇഷ്ടപ്പെടും. കണ്ട ചീസൊക്കെ ഇതിൻ്റെ ഉള്ളിൽ വെച്ചുകൊണ്ട് മക്കൾക്കൊക്കെ നന്നായി ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഫാമിലി ഫ്രണ്ട്സിനോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ
സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നല്ലൊരു കിടില ഐറ്റം കൊണ്ട് ഞാൻ വീണ്ടും വരും. അതുവരേക്കും ബൈ. എൻ്റെ ഉമ്മ ഉണ്ടാക്കിയ സ്പെഷ്യൽ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല സൂപ്പറായിട്ടുണ്ട്. നിങ്ങളെല്ലാവരും വീട്ടിൽ നിന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നാൽ പിന്നെ അടുത്ത വീഡിയോ വരുന്നവരെ എല്ലാവർക്കും ബൈ.